നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ്. കൊല്ലം ജില്ലയിൽ നീണ്ടകര പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പം നമ്മൾ നീണ്ടകര പാലം കഴിഞ്ഞിട്ട് പിന്നെ കാവനാട് ഭാഗത്തോട്ട് വരുമ്പം വലത്തേ സൈഡിൽ സർവീസ് റോഡിലായിട്ടൊരു ടവർ നിൽപ്പുണ്ട് KCBയുടെ. അതിൻ്റെ പണികൾ എന്തായെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ കാവനാട് അണ്ടർപാസിൽ നിന്ന് വലത്തോട്ട് കയറി പോകുന്നത് കൊല്ലം ഭാഗത്തോട്ട്, ചിന്നക്കട ഭാഗത്തോട്ട് നേരെ പോകുന്നത് കൊല്ലം ബൈപ്പാസിലോട്ട് പോകുന്നത്. പക്ഷേ ചില വാഹനങ്ങൾ കാവനാട് അണ്ടർപാസിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ കൊല്ലം ബൈപ്പാസിലോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ കയറി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കയറിപ്പോയി നിങ്ങൾക്ക് കൊട്ടാരക്കര ഭാഗത്തോട്ട് പോകാം. കല്ലുംതാഴം ചെന്നേച്ച് ലെഫ്റ്റിലോട്ട് കയറി കൊട്ടാരക്കര ഭാഗത്തോട്ട് പോകാം. പിന്നെ കല്ലുംതാഴം വന്നേച്ച് പിന്നെ വലത്തോട്ട് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി കയറി നിങ്ങൾക്ക് കടപ്പാക്കട വഴി വന്നിട്ട് പിന്നെ പോളയത്തോട് വന്ന് പിന്നെ പള്ളിമുക്ക് വഴി ഒക്കെ തിരുവനന്തപുരത്ത് കയറി പോകുക. അതൊക്കെ ഒരു ചുറ്റാണ്. സത്യത്തിൽ നിങ്ങൾക്ക് കാവനാട് വന്നേച്ച് കാവനാട് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടി കയറി കൊല്ലം ഭാഗത്തോട്ട് ചിന്നക്കട വഴി കയറി തിരുവനന്തപുരം പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ബൈപ്പാസിൽ താമസമായിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പം ഈ കാവനാട് ഭാഗത്ത് ചെറിയൊരു ഓപ്പണാക്കി കൊടുത്തിരിക്കുന്ന ഭാഗത്തുകൂടി റോഡിൽ കൂടി കൊല്ലം ബൈപ്പാസിലോട്ട് കയറി കടവൂർ ഭാഗത്തോട്ടൊക്കെ പോകുന്നവർ കാണും, മങ്ങാട് ഭാഗത്തോട്ടുള്ളവർ കാണും, കല്ലുംതാഴം ഭാഗത്തോട്ട് പോകുന്നവർ കാണും. നമ്മൾ പ്രധാനമായിട്ട് ഈ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഈ വണ്ടി പോകുന്നതിൻ്റെ പുറകിന് വെച്ച് പിടിക്കാൻ ശ്രമിക്കരുത്. തിരുവനന്തപുരം ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ എനിക്ക് തോന്നിക്കുന്നത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നക്കട വഴി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ കറങ്ങി ചുറ്റി പോകേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം മെയിൻ ആറുവരിപ്പാതയുടെയൊക്കെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞതിന് മുമ്പിലായിട്ട് തന്നെ സർവീസ് റോഡിലോട്ട് ഡൈവേർഷൻ കൊടുത്തിരിക്കുന്ന ഭാഗത്തുകൂടി പോകത്തില്ല. സർവീസ് റോഡിൽ കൂടി പോകാതെ ചിലപ്പം മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് പകുതിയോളം പണി കഴിഞ്ഞിരിക്കുന്ന ഭാഗത്തുകൂടി എത്രയും പെട്ടെന്ന് അപ്പുറം കിടക്കുന്നതിന് വേണ്ടിയിട്ട് ചില വാഹനങ്ങൾ പോയിട്ട് അവിടെ ചെന്ന് ഏറ്റവും അണ്ടർപാസ് കഴിഞ്ഞ് ഏറ്റവും മുമ്പിലായിട്ട് എത്തുമ്പോഴായിരിക്കും അവിടെ മൊത്തം ബാരിക്കേഡ് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആ വാഹനമൊക്കെ തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പം നേരെ ആ ഒരു കാവനാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് അതായത് നീണ്ടകര പാലം കഴിഞ്ഞേച്ച് കാവനാട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് ഇവിടെ വലത്തേ സൈഡിലാണ് ആ പറഞ്ഞ ടവർ. ഇവിടെ എന്തോ ആയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വലിയ പരിപാടിയൊന്നും നടന്നിട്ടില്ല. ഇവിടുന്ന് സർവീസ് റോഡിലാണ് ആ ഒരു ടവർ നിൽക്കുന്നത്. സർവീസ് റോഡിലെ ടവർ കഴിഞ്ഞേച്ച് നമ്മൾ നേരെ പിന്നെ ശക്തികുളങ്ങര കൾവർട്ട് കലുങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം കാണുന്ന കാഴ്ചകൾ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെ കാഴ്ചകളാണ്. അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞാൽ ശിവാലയ കമ്പനിയുടെയാണ്. വേറൊരു കാര്യം ഇപ്പം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്നിപ്പം ഈ ഒരു ഭാഗത്തോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം വിശ്വസമുദ്രയുടെ ജോലിക്കാർ പതിവിൽ കൂടുതൽ എണ്ണം ഇപ്പം പല സ്ഥലത്തു നിന്ന് പണിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു പ്രതീക്ഷ ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മിക്കവാറും വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പതിവുപോലെ അല്ലാതെ ആൾക്കാരിപ്പോൾ കൂടുതൽ നിന്ന് പണിയെടുക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളെന്നാണ് തോന്നുന്നത്. അപ്പം കൂടുതൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ആ ഒരു കൾവർട്ടിൻ്റെ ഒരു ഭാഗം വരുന്നിടത്തായിട്ട് തന്നെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൈപ്പിൻ്റെ റിപ്പയറിങ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇപ്പം വലത്തേ സൈഡിലായിട്ടുള്ള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞേച്ച് നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ആ ഒരു കോൺക്രീറ്റ് വർക്കുകൾ, ആ ഒരു കൾവർട്ടിൻ്റെ പണിയും ആ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെയും വലത്തേ സൈഡിലൊരു പഴയ പൈപ്പ് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജിൻ്റെ പണിയും വരാനുണ്ട്. ഇതാണ് ഇവിടുത്തെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശക്തികുളങ്ങര നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ ദൂരത്തിലായിട്ട് തന്നെ തൂണുകളിലായിരിക്കും പാലം വരിക. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വലത്തേ സൈഡിൽ കാണുന്ന മിക്കവാറും റിട്ടേണിംഗ് വാളിൻ്റെയൊക്കെ നിർമ്മാണം മിക്കവാറും പൊളിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ കുറേ കൂടി തൂണുകളിലായിരിക്കും ഇവിടെ പണി നടക്കാനുള്ള സാധ്യതയുള്ളത്. ഇവിടെയും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വടക്കേ സൈഡിലായിട്ട് നമ്മൾ പാലം കഴിഞ്ഞ് ചിറങ്ങുന്ന ഭാഗത്തായിട്ടും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മിക്കവാറും പൊളിച്ച് കളഞ്ഞാൽ അവിടെയും തൂണുകളുടെ നിർമ്മാണം നടക്കാനുള്ള ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇനി ഇവിടെ പൈലിംഗ് വർക്കുകൾ ബാക്കി വരാനുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി നടന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഒരു ബോക്സ് കൾവർട്ടിൻ്റെ നിർമ്മാണവും ഇവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ കുറേ നാളിന് മുമ്പേ മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പം ഇവിടെ പിന്നെ
റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം പറ്റത്തില്ല, അതിന് പറ്റിയ ഇടമല്ലെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ ഇനി തൂണുകളിൽ ബാക്കി ഭാഗത്ത് തൂണുകളിൽ ഇനി പാലത്തിൻ്റെ പണിയൊക്കെ നീട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. ആദ്യം നമ്മുടെ പഴയ പാലത്തിൻ്റെ വലത്തേ സൈഡിലായിട്ട് കാണുന്ന പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയായിരുന്നു ആദ്യമേ കഴിഞ്ഞത്. ആക്റ്റീവായിട്ട് പണി നടന്നിരുന്നതും അവിടെയാണ്. പിന്നെ ഇടത്തേ സൈഡിലായിട്ട് ഇപ്പം നമ്മൾ കാണുന്ന പാലത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പണി ഈ ഒരു ഭാഗത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗത്ത് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ മുകളിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ ആകാശ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട പണി വലത്തേ സൈഡിലായിട്ട് വലതുവശത്തായിട്ടുള്ള പാലത്തിൻ്റെ അടിയിലായിട്ട് തന്നെ ഒരു ഹാഷ് കളറും പിന്നെ തൂണിന് നീല പെയിൻറ്റും പാലത്തിൻ്റെ അടിഭാഗത്തായിട്ട് തന്നെ ഒരു ഹാഷ് കളർ പെയിൻറ്റുമാണ് അടിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് പിന്നെ അവിടെ നിർത്തി ഡ്രോൺ വീഡിയോ എടുത്ത കാഴ്ചകളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പം പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ താഴ്ചയും കയറ്റവും ഒക്കെ ഉള്ള ഭാഗത്തായിട്ട് തന്നെ പിന്നെ കൂടുതൽ വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നാൾ പണി നടന്നിരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പൊളിച്ചേച്ച് പിന്നെ അവിടെ ഇനി വയഡക്റ്റിൻ്റെയൊക്കെ പണി തുടങ്ങാനാണ് സാധ്യതയുള്ളത്. പല സ്ഥലത്തും ഇനി റിട്ടേണിംഗ് വാൾ മാറ്റിയിട്ട് വയഡക്റ്റിൻ്റെ പണി ഉടൻ തന്നെ തുടങ്ങും. അതിനുവേണ്ടി പൈസ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം കുറേ കൂടി താമസിച്ചിട്ട് ഇനി തിരുവനന്തപുരം ഭാഗത്തേക്ക് പണികൾ ആരംഭിക്കത്തുള്ളൂ. അതെന്തായാലും നന്നായി. അപ്പം പൊളിഞ്ഞു വീഴുമെന്നുള്ള ഭയം ഇനി ആർക്കും വേണ്ട. തിരുവനന്തപുരം ഭാഗത്തായിട്ട് ഇനി കൂടുതൽ വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ ഇവിടുന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ പാലത്തിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്ന ഭാഗത്തെ പാലത്തിൻ്റെ അടിഭാഗത്തെ കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ ഓരോ തൂണിനും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പം നീല പെയിൻറ്റ് ഓരോ തൂണിനും അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അടിഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. കുറേ തൂണുകൾക്ക് നീല പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, കുറേ തൂണുകൾക്ക് ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ്, അടിച്ചിട്ടില്ല. പഴയ പാലത്തിൻ്റെ തൂണ് നമുക്ക് ആ ഇടയ്ക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. വി ഷേപ്പിലായിട്ടാണ് പഴയ പാലത്തിൻ്റെ തൂണുകൾ നിൽക്കുന്നത്. സത്യത്തിൽ മൈലക്കാട് കൂടി പൊളിഞ്ഞു വീണതിന് ശേഷമാണ് NHI കൂടുതൽ സ്ഥലത്തായിട്ട് മണ്ണ് പരിശോധനയൊക്കെ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമാണ് ഇപ്പം നീണ്ടകര പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ട് വീണ്ടും തൂണുകളുടെ നിർമ്മാണം വേണമെന്നും പിന്നെ കടവൂർ ഭാഗത്ത് റീറ്റെയിനിങ് വാൾ പറ്റത്തില്ല, മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പരിപാടി അത് ഡേഞ്ചറാണെന്നും അവിടെയും വയഡക്റ്റിൻ്റെ നിർമ്മാണം വേണമെന്നും ഒക്കെ ഉള്ള അഭിപ്രായവും ഒക്കെ വന്നത്. അതെന്തുപോലും നല്ല കാര്യമായിപ്പോയി. മൈലക്കാട് ഒരു നിമിത്തമായെന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലത്തുമായിട്ട്, അതായത് മാമം പാലം വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ വയഡക്റ്റ് വരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം 28 മൈൽ വരുന്ന ഭാഗത്തായിട്ടാണ്. നമ്മൾ ഫാർമസി ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് 28 മൈൽ വരുന്ന ഭാഗത്തോട്ട് പോകുമ്പം നല്ലൊരു ഇറക്കവും കയറ്റമാണ്. അവിടെ എന്തുമായാലും ഇതുവരെയായിട്ടും ആ ഒരു പേര് ഇതുവരെയായിട്ടും പരാമർശിച്ച് കേട്ടിട്ടില്ല. അവിടെയാണ് അത്യാവശ്യം വരേണ്ടത്. അവിടെ അത്യാവശ്യം നല്ല താഴ്ചയും കയറ്റമുള്ള ഒരു ഭാഗമാണ്. മാത്രമല്ല ഇടത്തേ സൈഡിലായിട്ട് നമ്മൾ തിരുവനന്തപുരം എടമ്പാട്ടുകോണം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഡയറക്ഷനിലോട്ട് പോകുന്ന വഴിക്ക് ഇടത്തേ സൈഡിൽ നല്ല താഴ്ചയുള്ള ഭാഗമാണ്. അവിടെ ചതുപ്പ് ഏരിയയും കൂടെയാണ്. അവിടെ അറിവാൾ ബ്ലോക്ക് വെക്കുകയാണെങ്കിൽ ഒരു ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. മിക്കവാറും അവിടെയും വയഡക്റ്റ് വരേണ്ട സാധ്യതയുണ്ട്, വരുമെന്ന് വേണം കരുതാൻ. നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ വടക്കേ സൈഡിലായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം വലത്തേ സൈഡിലായിട്ട് കമ്പിയൊക്കെ മേലോട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഇനി പൊളിച്ചു മാറ്റാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും കുറച്ചും കൂടെ നീളത്തിലായിട്ട് ഈ ഒരു ഭാഗത്തും തൂണുകളിലായിരിക്കും പാലം വരാനുള്ള സാധ്യതയുള്ളത്. അപ്പം വലത്തേ സൈഡിൽ ഇപ്പം വെച്ചിരിക്കുന്ന അറിവാൾ ബ്ലോക്കും മണ്ണുമൊക്കെ മാറ്റേണ്ട സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത് വടക്ക് നിന്ന് തെക്കോട്ടുള്ള നീണ്ടകര പാലത്തിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാണ് ഏറ്റവും പുതിയ കാഴ്ചകൾ. നീണ്ടകര പാലത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകൾ ഇതാണ്. പിന്നെ നേരെ ഇവിടുന്ന് പോയി അടുത്തത് നമ്മുടെ കരുനാഗപ്പള്ളി വീഡിയോ ആണ് വരുന്നത്. കരുനാഗപ്പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ചവറ ഭാഗത്തെ സാധാരണ വീഡിയോ ഞാൻ ഇടാറുള്ളതാണ്. പക്ഷേ ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് പിന്നെ പറയത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വലുതായിട്ട് സംഭവിച്ചിട്ടില്ല. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ പാലം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ നമ്മുടെ കൊറ്റംകുളങ്ങര ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിപ്പം കാണിച്ചാലും വലിയ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നിക്കത്തില്ല. പിന്നെ വിശ്വസമുദ്രയുടെ റീച്ചിൽ പല സ്ഥലത്തുമായിട്ട് തന്നെ തറയോടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫുട്പാത്ത് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് വിശ്വസമുദ്രയിൽ ഇപ്പം നമുക്ക് ഏറ്റവും പറയത്തക്ക രീതിയിലുള്ള മാറ്റമുള്ളത്. പിന്നെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ
പോകാൻ പോകുന്നത്. അവിടെയാണ് പിന്നെ കുറച്ച് പണി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ നീണ്ടകര ഭാഗത്തെയും കാവനാട് ഭാഗത്തെയും ഏറ്റവും പുതിയ കാഴ്ചകൾ. നീണ്ടകര പാലത്തിന് ഇനി പുതിയതായിട്ട് കുറച്ചും കൂടെ നീളത്തിലായിട്ട് തന്നെ തൂണുകളിലായിട്ട് തന്നെ പാലം നീട്ടാൻ പോകുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. നേരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി ഭാഗത്തായിട്ടാണ്. ലാലാജി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ കായംകുളം ഡയറക്ഷനിലോട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പം ഇടത്തെ സൈഡിലായിട്ട് എച്ച് മാള്, ചോയ്സ് ഹൈപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ ഭാഗത്തുകൂടിയാണ് പോകുന്നത്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പം എച്ച് മാളിനകത്തുണ്ട്. നേരെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ടുള്ള രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഗർഡറുകൾ, അപ്പോൾ അത് കുറേ കൂടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല വലത്തേ സൈഡിലായിട്ട് അതിൻ്റെ പുറകിന് തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റൊക്കെ നിരത്തിയിരിക്കുന്നതും കാണാൻ പറ്റും. ക്രോസ് ഗർഡറുകളുടെയൊക്കെ പണി കുറേ കൂടി കഴിഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് സ്പീഡിലായിട്ടുണ്ട് ഇവിടുത്തെ വലത്തേ സൈഡിലായിട്ടുള്ള രണ്ടാമത്തെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ നമ്മൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം കഴിഞ്ഞ് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് ഭാഗം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് തന്നെ തൂണുകളുടെ പണി കഴിഞ്ഞ് ഇയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിരിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള രണ്ട് സൈഡിലും വരുന്ന ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് വർക്കുകൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ആ ഒരു വണ്ടി അവിടെ വന്ന് കിടക്കുന്നത്. ഒരു ചലന്തിയുടെ കാല് പോലെ കോൺക്രീറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചലന്തിയുടെ കാല് പോലുള്ള ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് താഴെ നിന്നുള്ളൊരു കോൺക്രീറ്റ് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും വരുന്ന ക്രാഷ് ബാരിയറൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നേരെ പടിഞ്ഞാറോട്ട് ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സിവിൽ സ്റ്റേഷൻ്റെയും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെയും അടുത്തായിട്ട് വരുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ട് റോങ് സൈഡിലോട്ട് കയറിയിട്ട് പിന്നെ ഈ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെയും സിവിൽ സ്റ്റേഷൻ്റെ ഇടയ്ക്കായിട്ടുള്ള റോഡിൽ കൂടി നേരെ പടിഞ്ഞാറോട്ട് റോങ് സൈഡ് കയറി വന്നിട്ട് അവിടെ മൊത്തം ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ കുറച്ചുകൂടെ വടക്കോട്ട് മാറ്റിയിട്ടാണ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പണാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഭാഗത്തു നിന്ന് നേരെ വാഹനങ്ങൾ വന്നിട്ട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് വന്നിട്ട് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തു നിന്ന് തന്നെ തിരിഞ്ഞു വന്നിട്ട് വേണം പിന്നെ വലത്തോട്ട് കയറി സിവിൽ സ്റ്റേഷൻ്റെയും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെയും ഇടയ്ക്കൂടെയുള്ള റോഡിൽ കൂടി പടിഞ്ഞാറോട്ട് പോകാൻ. അപ്പോൾ ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞത് പഴയ പോലീസ് സ്റ്റേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെയൊക്കെ കാഴ്ചകൾ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.